ഇതൊരു ഹിന്ദി പാട്ടാണ്, പഴയ ഹിന്ദി പാട്ടാണ്. ആർക്കെങ്കിലും ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ. 1921 ബുഷ്മാൻ അദ്ദേഹത്തിൻ്റെ പിയാനോ ട്യൂൺ ചെയ്യാൻ വേണ്ടി ടാർപോഡിയൻസ് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഈ ടാർപോഡിയൻസിന് പ്രശ്നം ഉണ്ടാകുന്ന വെച്ചാൽ അത് ആക്യുറസി ഇല്ല, ഫ്രാജൈൽ വരുന്ന ഇടക്ക് അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഇൻസ്ട്രുമെൻ്റ് കിട്ടിയപ്പോൾ, അതായത് ഈ പുതിയ ടൈപ്പുള്ള ചൈനീസ് ഇൻസ്ട്രുമെൻ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് വളരെ സ്റ്റേബിളായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റായിട്ടും തോന്നി. അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ തോന്നി. അദ്ദേഹം അത് 21 നോട്ടുള്ള ഒരു പുതിയൊരു ഇൻസ്ട്രുമെൻ്റായിട്ട് രൂപകൽപ്പന ചെയ്തു. അവിടെ നിന്നാണ് നമ്മുടെ ഇപ്പോഴുള്ള ഹാർമോണിക്കയിലേക്കുള്ള പ്രയാണം ആരംഭിക്കുന്നത്. പിന്നീട് 1929 ക്രിസ്ത്യൻ വൈൽസൺ, ക്രിസ്ത്യൻ മെസർ എന്ന് പറഞ്ഞ 2 വ്യക്തികൾ, അവർ ഈ ഹാർമോണിക്കയിൽ പിന്നെയും കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യും. അവർ കൂടുതൽ രൂപകൽപ്പന, അതായത് അത് ഒരു മെറ്റാലിക് രൂപം കൊടുക്കുക. ഇതേപോലെ ഔട്ടറിലൊരു മെറ്റാലിക് രൂപം, അപ്പോൾ കൂടുതൽ റെസണൻസ് സാധ്യമാകും, കൂടുതൽ ആംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും എന്നുള്ള ധാരണയിൽ അവരങ്ങനെ പുതിയതായിട്ടുള്ള ഒരു ഹാർമോണിക്ക രൂപകൽപ്പന ചെയ്തു. 21 നോട്ടായിരുന്നു അത്. പക്ഷേ അതിലൊരു ബിസിനസ്സിൻ്റെ ഒരു ഐഡിയ അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അവർ ബേസിക്കലി ക്ലോക്ക് മേക്കേഴ്സായിരുന്നു, ക്ലോക്ക് ഉണ്ടാക്കുക. ആ കാലഘട്ടത്തിൽ ജർമ്മനിയിൽ ക്ലോക്കുകൾ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഹരമായിരുന്നു. കാരണം ക്ലോക്ക് നല്ലൊരു ബിസിനസ്സായിരുന്നു. ഇപ്പോഴും നമ്മുടെ നാട്ടിലെ പഴയ വീട്ടുകൾ, പഴയ കുടുംബക്കാരുടെ വീട്ടിലൊക്കെ പഴയ ജർമ്മൻ ക്ലോക്കുകൾ കാണും. അതൊക്കെ മിക്കവാറും അവരെപ്പോലുള്ള സാങ്കേതികജ്ഞന്മാരുണ്ടാക്കിയതായിരിക്കാം. ആ കാലത്ത് ഇംഗ്ലണ്ടിലെ പലരും ക്ലോക്ക് ഉൽപ്പാദിപ്പിക്കുക, അതൊരു വിപണി കണ്ടെത്തുക എന്നുള്ള ഒരു ധാരണ അവർക്കുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അവർ റിസർച്ച് ചെയ്തിരുന്നു. ഈ 2 പേരും ക്ലോക്കിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടും അവർ ക്ലോക്ക് ഉണ്ടാക്കുന്നതിനോട് കൂടെ തന്നെ പാർട്ട് ടൈമായിട്ട് ഹാർമോണിക്കയിൽ അവർ റിസർച്ച് എടുത്തു. പക്ഷേ ഹാർമോണിക്കയിൽ അവർക്കൊരു മാർക്കറ്റിംഗ് കണ്ടെത്താൻ സാധിച്ചില്ല. കാരണം അവനെ അത്രയും വാല്യുബിളായിട്ട് അവർക്ക് തോന്നിയില്ല. പക്ഷേ അവിടെയാണ് ഒരു ബുദ്ധിരാക്ഷസൻ്റെ പ്രവേശനം. മത്തിയാസ് ഹോണർ. ഈ ഹോണർ എന്നുള്ള പേര് നിങ്ങളിപ്പോഴും കേട്ട് കാണും. കാരണം ഹാർമോണിക്കയിൽ ഇപ്പോൾ ലോകോത്തര ബ്രാൻഡിലൊന്നാണ് ഹോണറിൻ്റെ ബ്രാൻഡ്. നല്ല ടോണും നമുക്കത് വളരെ കേൾക്കാൻ വളരെ ഇമ്പമുള്ള ടോണുള്ള ഹാർമോണിക്ക ഉൽപ്പാദിപ്പിക്കുന്നത് ഇപ്പോഴും ഹോണറാണ്. ഈ മത്തിയാസ് ഹോണർ എന്ന് പറഞ്ഞ വ്യക്തി ആ കാലഘട്ടത്തിൽ 1826 അവർ ഈ ക്ലോക്ക് മേക്കേഴ്സായിട്ടുള്ള ക്രിസ്ത്യൻ വൈൽസിൻ്റെ അടുത്ത് പോവുകയും അവരോട് സംസാരിക്കുകയും അപ്പോൾ അവരോട് കൂട്ടുകൂടുകയും ചെയ്തു. കാരണം ഈ ഹോണറും ആ സമയത്ത് ക്ലോക്ക് ഉണ്ടാക്കുന്നൊരു വ്യക്തിനായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സൗഹൃദം അവർക്കുണ്ടായിരുന്നു. സംഭാഷണത്തിനിടയ്ക്ക് അദ്ദേഹം പതുക്കെ ഈ ഹാർമോണിക്ക എങ്ങനെ വർക്ക് ചെയ്യുന്നു, എന്താണ് എൻ്റെ പരിപാടി എന്നൊക്കെ, അപ്പോൾ അവർ അതിലൊരു ബിസിനസ് കണ്ടെത്താത്തതുകൊണ്ട് ഈ 2 പേരും ഈ ഹോണറിന് ഇതിൻ്റെ ടെക്നിക്കൊക്കെ പറഞ്ഞു കൊടുത്തു. ടെക്നിക്ക് പറഞ്ഞ് കിട്ടിയ ആ സന്തോഷത്തിൽ അദ്ദേഹം വന്നിട്ട് കൂടുതൽ റിസർച്ച് നടത്തുകയും അത് ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ള ചിന്ത അദ്ദേഹത്തിൽ ഉടലെടുക്കുകയും ചെയ്തു. മത്തിയാസ് ഹോണർ അദ്ദേഹം പിന്നീട് വളരെ കാലം ആ ഇൻസ്ട്രുമെൻറ്റുമായിട്ട് ജർമ്മനിയിൽ തന്നെ വളരെ ഒരു മാർക്കറ്റിംഗ് നേടിയെടുത്ത് അതിന് നല്ലൊരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കി കൊടുക്കാൻ സഹായിച്ചു. പിന്നീട് കാലം അങ്ങനെ തിരിഞ്ഞുകൊണ്ടിരുന്നു. ജോൺ ലീയുടെ കുടുംബപരമായിട്ടൊരു ബിസിനസ്സായി ഈ ഹാർമോണിക്ക മാറിയതോടെ തലമുറകളായിട്ട് അവർ ഈ ഹാർമോണിക്ക ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ എന്നിരുന്നാലും അവർക്ക് ജർമ്മനി വിട്ടിട്ട് ഒരു മാർക്കറ്റ് ശരിക്കും കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീട് ഇവർ മാർക്കറ്റ് കണ്ടെത്തുന്നത് 1940 ശേഷമാണ്. എവിടെ കണ്ടെത്തി? അവർ അമേരിക്കയിലാണ് ഇത് കണ്ടെത്തുന്നത്. അമേരിക്കയിൽ ഷിക്കാഗോയിൽ ജോൺ ലീ എന്നൊരു വ്യക്തി ഇതിലെ സംഗീതം, അതിൻ്റെ ആസ്വാദകരെയൊക്കെ കണ്ടെത്തുകയും അവർ ഈ ഹാർമോണിക്ക മേടിക്കാനും അത് വായിക്കാനും ഒക്കെ താല്പര്യപ്പെടുകയും ചെയ്തു. ഒരു പ്രാവശ്യം ഹാർമോണിക്ക ഈ USA കാലുകുത്തിയതിന് ശേഷം പിന്നെ ഹാർമോണിക്കയുടെ വളർച്ച വളരെ വേഗത്തിലായിരുന്നു. ഇതൊരു സംഗീത ഇൻസ്ട്രുമെൻ്റായിട്ട് ഉപയോഗിക്കാം എന്നുള്ള ഒരു ഐഡിയ കിട്ടിയത് അമേരിക്കയിൽ ഈ ഹാർമോണിക്ക ചെന്നതിന് ശേഷം മാത്രമാണ്. അതിനുമുമ്പ് ഇതൊരു സംഗീത പരിപാടിക്ക് ഉൾപ്പെടുത്തുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഇൻസ്ട്രുമെൻ്റ് ഇത് സി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സി നോട്ടിൽ
വിഭാവനം ചെയ്തതാണ്, സി സ്കെയിലിൽ വിഭാവനം ചെയ്തതാണ്. ഇതേപോലെ ആദ്യകാലത്ത് സി സ്കെയിലിൽ മാത്രമായിരുന്നു ഇത് ഹാർമോണിക്ക ഉണ്ടായിരുന്നത്. പിന്നീട് ഇതിൻ്റെ സാധ്യതകൾ കണ്ടെത്തിയപ്പോൾ അതങ്ങോട്ട് ഡെവലപ്പ് ചെയ്തു. സിയിലുണ്ടായി, ഡിയിലുണ്ടായി, എഫിലുണ്ടായി, ജിയിലുണ്ടായി. അപ്പോൾ ഇപ്പം നമ്മൾക്കറിയാം, നമ്മളിവിടെ ഒരു സംഗീത നിശയിൽ പോയി കഴിഞ്ഞാൽ ഫ്ലൂട്ട് വായിക്കുന്ന ആൾക്കാർ പല പല സ്കെയിലുള്ള ഫ്ലൂട്ട് എടുത്ത് വായിക്കാറുണ്ട്. അതേപോലെ ഇംഗ്ലീഷുകാരും ഇത് ഒരു നല്ലൊരു ഇൻസ്ട്രുമെൻ്റായിട്ട് കരുതുകയും ഓരോരോ സ്കെയിലനുസരിച്ച് അവർ വ്യത്യസ്തമായ ഭാവത്തോടെ പല പല സ്കെയിലുള്ള ഹാർമോണിക്ക ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ചില ഇതിൽ വരുമ്പോൾ ചില നോട്ട് പിച്ച് ബെൻഡ് ചെയ്യുക, ചില ഫ്ലാറ്റ് നോട്ട് വരിക, അതിനൊരു ബട്ടൺ അവർ ഏർപ്പെടുത്തിയത് പിന്നീടാണ്, വളരെ വർഷങ്ങൾക്ക് ശേഷമാണ്. പക്ഷേ അന്ധകാലത്ത് ജീവിച്ചിരുന്ന ഇഷ്ടംപോലെ നല്ല ബ്ലൂസിലും ഫ്ലോക്സിലൊക്കെ വായിച്ചിരുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. അതിൽ വളരെ പ്രാധാന്യമായിരുന്നു ജോൺ ലീ എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഒരു ലെജൻഡായിരുന്നു.